ഹലോ നമസ്കാരം. വേടന്റെ പാട്ട് കേരള സർവകലാശാലയിൽ നിന്നും നീക്കം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാര് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നന്നായി. അല്ല, വേടൻ ആരാ എനിക്ക് മനസ്സിലായില്ല. സ്വാതന്ത്ര്യ സേനാനിയാണോ? നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണോ? അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ കാവൽ ആയിട്ട് ആർമിയിൽ പ്രവർത്തിക്കുന്ന ആളാണോ? അല്ല. പോട്ടെ, എല്ലാം പോട്ടെ. ഒരു സയന്റിസ്റ്റ് ആണോ? എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? കേരള സർവകലാശാലയ്ക്ക് പഠിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടിന്, വേടന്റെ പാട്ടിന് കേരള സർവകലാശാല ഏറ്റെടുത്തു. അപ്പൊ ഏറ്റെടുക്കുമ്പോ എന്തെങ്കിലും ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും വേണ്ടേ? അല്ലെ? അങ്ങനെയാകുമ്പോ മോഹൻലാല്, മമ്മൂട്ടി, അതുപോലെ തന്നെ സീരിയൽ നടന്മാര്, നിറയെ ഗായകര്, ഗിന്നസ് റെക്കോർഡ് നേടിയ ഗായകര് വരെ ഉണ്ടല്ലോ. അപ്പൊ അവരിനെ കുറിച്ച് നമുക്ക് പാഠപുസ്തകമാക്കിക്കൂടെ? കേരള സർവകലാശാല ഇവരിനെ കുറിച്ച് ഏറ്റെടുത്തൂടെ? പഠിക്കട്ടെ, പിള്ളേർ പഠിച്ച് അറിയേണ്ട സംഭവങ്ങളാണല്ലോ ഈ കാര്യങ്ങളൊക്കെ. ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. കേരള സർവകലാശാലയിൽ നിന്നും ഇതുപോലെ ഉള്ള പഠനങ്ങൾ വേണ്ട. അവർക്ക് പഠിക്കാൻ തന്നെ സിലബസിൽ കുറേ ഉണ്ട്. എന്നിട്ട് പുതിയൊരു കുത്തിത്തിരിപ്പും കൂടി വേണോ? അല്ല, ഇത്ര നശിച്ചു പോയോ നമ്മുടെ ഈ കേരള സർവകലാശാല? എനിക്ക് അറിയാണ്ട് ചോദിക്കുക. കഷ്ടം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പാട്ടുകാരായല്ല, എത്രയോ നല്ല നല്ല പാട്ടുകളുണ്ട്. ഇത് വേടൻ പാടുന്നത് വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട്, വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെയാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, പൊങ്കാലി ഇടാൻ വരുന്നവര് വന്നോളൂ, കുഴപ്പമില്ല. അങ്ങനെ പൊങ്കാലി ഇടണുണ്ടോ നിങ്ങൾ? നല്ല അടിപൊളി പൊങ്കാലി ഇട്ടിട്ട് പോവുക. ഓക്കെ, ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ബൈ.